ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ നില ക്രിട്ടിക്കലാണ്. അപ്പൊ മാരകായുധങ്ങളുമായി ക്യാമ്പസിനകത്ത് അതിക്രമിച്ച് കിടന്ന് അവർക്കെതിരെ കേസൊന്നുമില്ല സാർ? അത് പോലീസ് നോക്കിക്കോളാം, തന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. സാർ, അതിന്റെ പേര് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ മറുപടി കിട്ടാനുള്ള അവകാശം പരാതിക്കാരനില്ലേ മാഡം? വിവരാവകാശം, ഐ മീൻ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ. ക്യാമ്പസിൽ കയറിയ ഗുണ്ടകളെ അടിച്ചോടിക്കാൻ തനിക്ക് പോലീസിന്റെ അധികാരം തന്നാരാണ്? പോലീസുകാർ തന്നെ. ഇത് ഭവാനി മാഡത്തിന്റെ മൊബൈലിൽ നിന്ന് എൻ്റെ മൊബൈലിലേക്ക് വന്നൊരു വോയിസ് മെസ്സേജ്, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചതൊന്നുമല്ല സാർ. ഗുഡ് ആഫ്റ്റർനൂൺ ACP ഭവാനി. ഇവിടെ ക്യാമ്പസിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണ് നടക്കുന്നത്. അവർ വിദ്യാർത്ഥികളെ തല്ലി ചതക്കുകയാണ്. പോലീസിന്റെ സഹായം വേണം. സോറി സർ, ക്യാമ്പസിലെ പ്രശ്നം ക്യാമ്പസിൽ തന്നെ തീർത്താൽ മതി. പോലീസ് ക്യാമ്പസിൽ കയറരുതെന്നാണ് സർക്കാർ ഉത്തരവ്. കേട്ടില്ലേ സാർ? അനുവാദം തന്നത് ACP ഭവാനി ദുർഗ മാഡമാണ്. ക്യാമ്പസിൽ പോലീസ് കയറരുതെന്ന സർക്കാർ ഓർഡറാണ് ഞാൻ പാലിച്ചത്. പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ച തന്നെ ആ നിമിഷം ഞാൻ ലോക്കപ്പിലിടും. ഏത് വകുപ്പില് സാറേ? 100 ഗുണ്ടകളെ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ അയൺമാനെ പോലുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല. സത്യത്തിൽ അന്ന് അവരെ തല്ലി ഓടിച്ചത് നമ്മുടെ കോളേജിൽ 500 പിള്ളേരാണ്. അതിന് നേതൃത്വം കൊടുത്ത താനല്ലേ? അതെ, ഞാൻ തന്നെ. പക്ഷെ അവരെ പറഞ്ഞാൽ സാറാ, അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പാർട്ടിയെ തൊട്ട് കളിച്ചാൽ തലയിൽ തൊപ്പി കാണുമല്ലോ അല്ലേ സാറേ? ഇതിനെല്ലാം കാരണം താനാണ്. താൻ ക്യാമ്പസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ക്രിമിനൽസ് ആണ്. എത്ര കാലം തനിക്ക് അവരെ ആ ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒളിപ്പിക്കാൻ കഴിയും? ആര് പറഞ്ഞു ഒളിപ്പിച്ചു വെച്ചു? സാറേ, ഞാനാരെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ തന്നെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത റോഷനും പിള്ളേരുവാ. മിസ്റ്റർ എഡ്വേർഡ്, യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. I do respect women. Hope you'll mind your words. Masterpiece, I pay with ease to be mad at me. This my magnum opus. Vroom, like gasoline. I'm the mass machine to keep calm and focus. I'm the chosen one, I'm the chosen one. Every living store can't vote for me. I carry taste, so hold up. I'm the number one. ഹലോ. ഹലോ മാഡം, ബുദ്ധിമുട്ടില്ലെങ്കിൽ കോറിഡോറിലേക്കൊന്ന് വരാമോ? എക്സ്ക്യൂസ് മീ സർ. മാഡം എന്താ ഇവിടെ താഴെ? എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത് നിങ്ങളുടെ ബാലികേറാമലയിലെ പിള്ളേരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാ എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുന്നവർ തന്നെ. ഇതാ ഇവിടെ. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ക്രിമിനൽസിനെ പോലും മാഡത്തിന് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. കഷ്ടം. ഓക്കെ. യെസ് മാം. Follow him. Move faster. Fast, വേഗം. Move fast, overtake. Oh no! Oh shit, go turn the car! ക്യാമ്പസിൽ കയറി മുന്നേ അവരെ അറസ്റ്റ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും അവരെ അകത്ത് കിടക്കാൻ അനുവദിക്കരുത്. യെസ് മാം. ഹലോ. ഞങ്ങൾ 10 മിനിറ്റ് മുമ്പേ കൂട്ടി കയറി. You bloody
ബ്ലഡി അല്ല, എഡ്ഡി. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. Master of the masses, rose from the ashes. I come with style and my cigar, put my Ray-Ban glasses. ഗുഡ് മോർണിംഗ്. ഈ കമ്മിങ് സാറ്റർഡേ ആൻഡ് സൺഡേ ഞാനും കുറച്ച് സ്റ്റുഡൻസും കൂടെ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിൻ്റെ പരിസരം ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ അധ്യാപകർക്കും വരാം. ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഒരു ലുങ്കിയും അരബ്ലൗസും ഒക്കെ ആയി വന്ന മേഡത്തെ ഞങ്ങൾ സഹകരിപ്പിക്കും. എടോ, സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും. ഐ റെസ്പെക്ട് വിമൻ. സ്മിത ടീച്ചറെ ഒന്ന് പുറത്തേക്ക് വരും. എന്തിനാ? ഇതെന്റെ എഡ്വേർഡ് സാറിന്റെ ഒരു കിടിലൻ കാഴ്ച ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് വാ. കുഴഞ്ഞു മറിഞ്ഞ് ചിരിക്കുന്നത് കണ്ടില്ലേ? ലവർ ആയിരിക്കാനാണ് സാധ്യത. ഇന്റിമസി കണ്ടില്ലേ? ഇത് നെഞ്ചിൽ തറച്ച ബന്ധാ, പൊട്ടില്ല. മാഡം കണ്ടു എന്ത്? സാർ ഒരു സ്ത്രീയുമായി പുറത്തുനിന്ന് ഹൃദയം കൈമാറുന്നത്. അതിന് എനിക്കാകപ്പെടെ ഒരു ഹൃദയമല്ലേ ഉള്ളൂ. ഓ വേണ്ട, ഇനി നമ്മളോടൊക്കെ ആർക്ക് താല്പര്യം കാണാൻ? താല്പര്യമുണ്ട്. സ്മിത സുവോളജി പഠിച്ചിട്ടില്ലേ? മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. അതിലൊരറ മാത്രമേ ഞാനവിടെ തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 3 അറകളും കാലിയാ. യു ആർ വെൽക്കം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറേ, ന്യൂ അപ്പോയിൻമെന്റ്. കോളേജിന്റെ റിക്വസ്റ്റ് സർക്കാർ അംഗീകരിച്ചു. 5 അപ്പോയിന്റ്മെന്റ്സ്, 2 സെക്യൂരിറ്റി, 1 വാച്ച്മാൻ, 1 പ്ലംബർ, 1 ഇലക്ട്രീഷ്യൻ. 2 സെക്യൂരിറ്റീസ്, 1 വാച്ച്മാൻ, 1 പ്ലംബർ, 1 ഇലക്ട്രീഷ്യൻ. 5 തസ്തികകളിലേക്കുള്ള നിയമനങ്ങളാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ഭാവത്തിലും ശരീരഭാഷയിലും എന്തോ പന്തികൾ. അവരെ ഹെയർ സ്റ്റൈലുണ്ടോ? പോലീസാണ്, പോലീസ്. നമ്മളവരെ തിരിച്ചറിഞ്ഞുവെന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാവരുത്. സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരാരും ഒരു കാരണവശാലും ക്യാമ്പസ് വിട്ട് പുറത്തു പോകരുത്.